ഹലോ ചുമർ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബിലേക്ക് സാർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ പോർട്ട് സൈഡിലേക്കാണ് ഇറങ്ങിയേക്കുന്നത്. കുറച്ച് പാഴഞ്ഞണ്ടിരി പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കോഴി വേസ്റ്റ് ഇട്ടാണ് നമ്മൾ ഞണ്ടിരി പിടിക്കുന്നത്. ഇതിന് മുന്നത്തെ 2-3 വീട്ടിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കോഴി വേസ്റ്റ് ഇട്ടാണ് ഞണ്ട് പിടിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വയനാടിൻ്റെ കൂടെ വെറൈറ്റി വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ കെട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കൂടി ഒരു കല്ലെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വള്ളിയിൽ വെച്ചിട്ട് ഇത് കെട്ടി ടൈറ്റ് ആക്കാൻ പോവാണ്. കല്ല് മൊത്തം കെട്ടി ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഇതിനോട്ടത്തിന് കോഴി വേസ്റ്റ് വെച്ചിട്ട് കെട്ടാൻ പോവാണ്. അപ്പോൾ നമ്മളിതിൽ കോഴി വേസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ചെറിയ കുടലിൻ്റെ ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ കെട്ടി വെച്ചേക്കുന്ന കല്ലിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇതിനെ കെട്ടി ടൈറ്റാക്കാൻ പോവാണ്. രണ്ട് കെട്ടിട്ട് നമ്മൾ ടൈറ്റാക്കി വെക്കുന്നുണ്ട് ഇത് ഊരിപ്പോയിരിക്കാൻ. ഇതിങ്ങനെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് മൊത്തം എടുത്തിട്ട് ഇത് നമ്മൾ കടലിലിട്ട് വെക്കാൻ വേണം. അത്യാവശ്യം പാറ ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റാൻ വേണ്ടുന്നത്. അതിനുശേഷം കുറച്ച് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. വിചാരിക്കണ്ടേ കിട്ടിയോ? എന്താണ് ഇമാരൊന്നും വളർന്നിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എത്തി അങ്ങ് മുകളിലെത്തി ഗൈസ്. ഇത് പുഴ, ഇതാരുടെ ഒരാളുടെ പറമ്പ്, അവിടെ ഒരു ഏർമാടം കാണാം. അതേപോലെ ഫോറസ്റ്റാണ്, ഫോറസ്റ്റ് ഏരിയ. ഇതിലെ നടന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഉള്ളിലോട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കേസ് പിടിക്കും. ഞണ്ട് പിടിച്ചുള്ള നമ്മുടെ യാത്രയാണ്. ഉള്ളിൽ കുറച്ചൊക്കെ നമ്മൾ താഴെ ഇങ്ങോട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് കയറി ഇവിടെ എത്തി. കുറച്ച് ഞണ്ടേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചെക്കന്മാർ പിടിക്കുന്നുണ്ട്. അതേപോലെ 2 ചെക്കന്മാരും വലയെടുത്തിട്ട് മീനും പിടിക്കുന്നുണ്ട്. കിട്ടിയാൽ മീനും കിട്ടും, ഞണ്ടും കിട്ടും. മീനിൻ്റെ അടിയല്ല, മീൻ അവന്മാരെ പിടിക്കുന്നുണ്ട്. നമുക്ക് ഞണ്ടിന് മതി. എവിടെ എന്ത് ആ കുരുട്ട് മീനാണ് നീ പിടിക്കാൻ വന്നേ? എറിഞ്ഞോ എവിടെ ഇവിടെ തന്നെ കിട്ടിപ്പോയി. ചെറുതാണ്, എന്നാലും അബി ക്ഷമിച്ചു. കൊള്ളാം. അടുത്ത കറ്റിക്കോട്ടെ. നമ്മുടെ അബിയൊക്കെ പറക്കുന്നേ. കിട്ടിപ്പോയി. ഏതൊന്ന് ഒടിച്ച് കൊന്നോ അവനതിന്? കൊന്നിട്ട് അതിന് കൊള്ളാല്ലേ? നമ്മുടെ മുക്കുവൻ. ഇത് വേറെ മുക്കുവൻ, ആശാനും ശിഷ്യനും. നമുക്ക് ആകെ കിട്ടിയ ഞണ്ടാണിത്. മൊത്തത്തിൽ 5 ഞണ്ടേ ഉള്ളൂ. മൊത്തം കുഞ്ഞന്മാരാണ്. ഞണ്ടിന് ക്ഷാമായെന്ന് തോന്നുന്നു മൊത്തത്തിൽ. സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഞണ്ട് പിടിക്കാൻ വന്നത് ഇതാണ് സ്പോട്ട്. ആ പൊളിയല്ലേ? എന്താ ചാടിയോ? മീനെങ്ങനെ പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല ഇവിടെ ഇത് കൂടെ ഫുള്ള് പാറക്കെട്ടിൻ്റെ ചുറ്റും നമ്മൾ കൂടെ വല ഇങ്ങനെ ഇട്ട് വെക്കും. ഇത് 2 വിരൽ കണ്ണിയാണ് വരുന്നത്. അതിന് ശേഷം ഇതിനകത്ത് മൊത്തം ഇളക്കിയും കൈയിട്ട് പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് വലയിലോട്ട് വിട്ട് മീൻ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. ഇവിടെ നമ്മളൊരു മീൻ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ വല പൊക്കിയിട്ടുണ്ട്. അത് പോയടാ. ഇല്ല, അവിടെ ഉണ്ട്. ഇവിടെ ഒരു മീൻ കിടപ്പുണ്ട്. പൊക്കിയിട്ടുണ്ടെങ്കിൽ വേറെ മീനുകൾ അതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. വെറുതെ ഇരിക്കുവായിരുന്നു അതിൻ്റെ അകത്ത്. കാണിക്ക്. കറ്റി തരണം. ഇപ്പൊ 4-ാമത്തെയാ ചീച്ചോ. ചെക്കന്മാരോടെ മീൻപിടുത്തം സെറ്റാണ്. ഞണ്ട് പിടിക്കാൻ പോയിട്ട് ഞണ്ടിൻ്റെ എണ്ണവും കുറഞ്ഞു, അതിൽ ഞണ്ടും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. സ്ഥലം നിങ്ങൾ നോക്കിയോ, അമ്മ അടിപൊളിയാണ്.
അടിപൊളി അടിപൊളി ഒരു സ്പോട്ട് കാണിച്ചു തരാം. കാണുന്നുണ്ടോന്നറിയില്ല. എന്താ പൊന്നും, ജീവനുണ്ട്. വക്കലാണെങ്കിൽ വക്കല് കൈമാറ്റി വക്കലുള്ളൂ നോക്കട്ടെ. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഇതിന് ഇത്ര ഇവിടെ വരെ നമ്മൾ മീനും ഞണ്ടം പിടിച്ച് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. അടിപൊളി സ്ഥലം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇവിടെ എങ്ങനെയുണ്ട് സ്ഥലം? കണ്ട് ഈ ചോർമ്മ കാണാ കടന്നിട്ട് ഒരു മീനും കൂടെ കിട്ടി ഗൈസ്. വല മുക്കിയ ബാക്കിയുള്ള മീനുകൾ ഇതാണ് ഗൈസ് നമുക്ക് കിട്ടിയ മീൻ. ഇപ്പൊ പണ്ടൊക്കെ പോയി ആരെണ്ണം കിട്ടിയില്ല. പെരുക്കി നമുക്ക് കിട്ടിയ മൊത്തം മീനുകളാണ്. ഫുള്ള് കറ്റിയാണ് മൊത്തം കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.